ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ അടുത്ത ദിവസം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, നജീബിക്കുണ്ട്, ലിബിനുണ്ട്, ജോജോ ചേട്ടനുണ്ട്, അതേപോലെ നമ്മുടെ ജനറേറ്റർ പണിയുന്ന ചേട്ടന്മാരുണ്ട്, അതുപോലെ ഇന്നും നമ്മുടെ ക്യാമറമാൻ കൂടുതലുണ്ട്, എല്ലാവരും ഉണ്ട് കൂടുതൽ. ഗൈസ് നോക്കൂ, സെബിനുണ്ട്. സെബിൻ ഒരു സ്ഥലം വരെ പോകുന്നതിൻ്റെ തകൃതിയിലാണ്. വണ്ടിയൊക്കെ വൃത്തിയാക്കി ആളൊരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് സഞ്ചരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നജീബിക്ക് വേണേ പറയാം. ഇല്ല, ഞാൻ വേണ്ട. ഗൈസ് നോക്കൂ, നജീബിക്കാണ് ഫുള്ള് സപ്പോർട്ട് ഈ കാര്യത്തില്, പിന്തുണ. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്ന് നടക്കുവാണ്. ഇന്നലെ വൈകുന്നേരം ഷീറ്റ് വന്നു, ACP ഷീറ്റ് ഇന്നലെ വൈകുന്നേരം വന്നു. നമ്മുടെ വണ്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വന്നു തുടങ്ങി. ഇന്നിപ്പോൾ AC വർക്കും കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഉള്ളിലെ പണികൾ ഏകദേശം ഒതുങ്ങി, എല്ലാം ഫ്രെയിമും സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ACP ഷീറ്റ് ഒട്ടിച്ചാൽ മതി. വയറിങ് ചെയ്യണം. വയറിങ് കഴിഞ്ഞിട്ട് ACP ഷീറ്റ് ഒട്ടിക്കണം. വയറിങ് ACP ഷീറ്റ്, വെള്ളത്തിന്റെ ഒരു 2-3 കണക്ഷൻ ശരിയാക്കാൻ അത്രേ ഉള്ളൂ. ഈ 2 കാര്യം. പിന്നെ പുറത്തോട്ട് ഒരു ലൈൻ കൊടുക്കാവോ? പുറത്തെ കിച്ചണിലേക്ക് ഒരു ടാപ്പ് വേണ്ട, ഒരു പൈപ്പും ഇങ്ങനെ തുറക്കുന്ന സാധനം, ടാപ്പ് പോലത്തെ. അല്ല, അതൊരു പണിയാ. നമുക്ക് ആ ജനറേറ്റർ റൂമിലെ മറ്റേ ഓസ് എടുത്തിട്ട് വാൽവ് അടച്ച് ഇങ്ങനെ ഇട്ടേക്കാം, അതൊക്കെ തുറക്കാം. അല്ലെ അത് ഫിക്സഡ് ആയിട്ട് പറ്റൂല. പുറത്തുനിന്ന് പാത്രം കഴുകാമല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസ്. എപ്പോഴും പുറത്തുനിന്ന് പാത്രം കഴുകാൻ നല്ല, ഉള്ളിലേക്കാളും. അതെ, വണ്ടി അലമ്പാവില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ചോദിച്ചു. അങ്ങനെ വണ്ടിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. കളർ അതൊരു സർപ്രൈസ് ആണ്. അതെ, പറയുന്നില്ല. ഇറങ്ങുമ്പോ എല്ലാരും ഞങ്ങൾ കാണിച്ച നീലയല്ല, ഞങ്ങളൊരു ഹിന്റ് ഇട്ട് തന്നാണ്. ഇനി ഒറ്റ കാര്യം, അതായത് ഇറങ്ങാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവും പെയിന്റ് എന്നുള്ളത്, അതവിടെ നിൽക്കട്ടെ. ഇനിയും ഓരോ സൈഡിലേക്ക് വരാം. ഇത് നമ്മുടെ പഴയ കംപ്രസറാണ്. ഈ കംപ്രസർ ജോജോ ചേട്ടന് വേണ്ട എന്നാ പറഞ്ഞത്. ഇക്കായ്ക്ക് വേണോ? വെറുതെ ഓമിനിയുടെ ഒന്നും അല്ല ഇത്. അത് കഴിഞ്ഞ് മാറ്റി വെച്ച് കംപ്രസർ പൈസ കൊടുത്തിട്ട് 15,000 രൂപ അങ്ങനെ കൊടുത്ത് കംപ്രസർ മാറ്റിയായിരുന്നു. എടുത്തു വെച്ചേക്കാം. ഈ ഒരു കംപ്രസർ കുറെ സാധനം ഉരുക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരു കംപ്രസെങ്കിലും തന്നെന്ന് പറയാലോ. എടുത്തോ, ഇക്കയുടെ വണ്ടിയിൽ സ്പീക്കറാണ് ഞങ്ങളുടെ വണ്ടി. ഇതേപോലത്തെ ഞാൻ പറയാൻ പറഞ്ഞു, ഇതേപോലത്തെ ഒരു TV ക്യാബിൻ നമ്മുടെ വണ്ടി കയറി. ഇത് അർബാനിയക്ക് വെക്കുന്നതാണ്. ഇത് ഫുള്ള് നിങ്ങളുണ്ടല്ലോ, അർബാനിയ മേടിക്കുന്നവർ, അർബാനിയ മേടിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ പിന്നെ ഇതേപോലെ കാണിക്കാൻ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാ ഒരെണ്ണം കാണിച്ചു തരാം. 5 ദിവസം കൊണ്ട് നിങ്ങൾ നജീബിക്കാനെ വിളിച്ചാൽ മതി, സൈനൂസ് എന്റർപ്രൈസിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ല ഇതല്ലപ്പാ, ഇത് അതേപോലെ ടോപ്പ് കയറ്റി ഫുള്ള് ഉള്ളിലെ ഇന്റീരിയർ വർക്ക് കഴിഞ്ഞ് ലൈറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് 5 ദിവസം കൊണ്ട് ഇറങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു അടവടയ്ക്കേണ്ട സമയം വരെ നോക്കി നിൽക്കണ്ട. അതെ, വെറും ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച ആകുന്നില്ല, 5 ദിവസം കൊണ്ട് അത്യാവശ്യം പരിപാടിയെല്ലാം കഴിഞ്ഞ് ചില്ലായിട്ട്, അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് ഉള്ളിൽ ലൈറ്റ്, മേളിൽ ടോപ്പ് ക്യാരിയർ, ടിവിയുടെ മറ്റേ സാധനം, അങ്ങനെ നല്ല നല്ല സാധനം കയറ്റിക്കുക. 7 ദിവസം വരെ, അല്ല 5 തൊട്ട് 7 ദിവസം കൊണ്ട് റെഡി ആക്കി തരും. ഇതേപോലെ കാലി വണ്ടി കൊണ്ടേ കിടത്തുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ ഏറ്റവും വലിയ ഇങ്ങനത്തെ വണ്ടി എടുക്കുന്നവരുടെ വിഷയം എന്നറിയാവോ? അല്ല, ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കുന്നവരുടെ വിഷയം എന്നറിയാവോ? എന്നാ, അതായത് 1 മാസം അല്ല 2 മാസം ഫിനാൻസ് വെറുതെ വർക്ക്ഷോപ്പിൽ കിടക്കേണ്ടി വരും. അർബാനി എടുക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ല. ഇവിടെ വന്നാൽ പെട്ടെന്ന് പണിതുണ്ട്. ഞാൻ 7 ദിവസം വരെ അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇതേ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ പണി തുടങ്ങി. ഇതാണ് നമ്മുടെ വണ്ടിക്ക് ഉപയോഗിക്കുന്ന AC-യുടെ പൈപ്പ് എന്ന് പറയുന്ന സാധനം. നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നില്ല. 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കോപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഷെയ്ക്ക് ആവുന്നതുകൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. റബ്ബർ ഇട്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റേതും കൊണ്ട് കാശ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തല്ല. സാധനം നമുക്ക് അല്ലേട്ടാ, സാധനം നമുക്ക് പക്കയായി കിട്ടണം. അല്ലെ, പോകുന്ന വഴിക്ക് സാധനം ലീക്ക്. അഖിലിന്റെ തല പുകയും ഇതിന്റെ വയറിങ് ചെയ്യാൻ നേരത്ത്. ഇത് മേടിച്ച മുതൽ നമ്മൾ ചെയ്ത മുതൽ പല വയറിങ് ഇതിനകത്ത് കിടക്കുക അല്ലേ. വയറിങ് എന്ന് വെച്ചാൽ അഖില് പക്ക. നമ്മുടെ വണ്ടി മറ്റേ ട്രാവലിനകത്ത് എന്താ ഉണ്ടായിരുന്നത്, അഖില് മാറ്റി വിട്ടെന്നല്ലേ. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഇതിന്റെ കണ്ടൻസർ. നോക്കിയേ, കണ്ടൻസറും അതുപോലെ തന്നെ 2 ഫാനും ഫ്രണ്ട് ഫിറ്റ് ചെയ്ത്, അതായത് AC-ക്ക് വേണ്ടിയുള്ള മെയിൻ സാധനം. മറ്റേ എടുത്ത് കളഞ്ഞ കേട്ടാ, പഴയത് അതെടുക്കുമല്ലേ. വണ്ടിയുടെ ഫ്രണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന AC എടുക്കുവാണ്. ഈ കണ്ടൻസറും ഈ 2 ഫാനുമാണ് ഇതിലുണ്ടായിരുന്നത്, ഇല്ലായിരുന്നത്. അതിപ്പോൾ അതിൽ വേണ്ടി വെക്കുവാണ്. തകൃതിയായി ഏതോ കസ്റ്റമർക്ക് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നടക്കുകയാണ്. ഈ വശത്ത് നമ്മൾ അങ്ങനെ അടുത്ത വശത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ വശത്തോട്ട് വന്ന്, ഇതാണ് നമ്മുടെ വണ്ടിക്ക് വേണ്ട ACP ഷീറ്റ്. ഈ കളർ ACP ഷീറ്റാണ് നമ്മുടെ വണ്ടിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ACP ഷീറ്റാണ് നജീബിക്ക മേടിച്ചിരിക്കുന്നത്. അല്ലേക്കാ? ഏതാ? ഗ്രേ കളറ്. ഈ കാണുന്ന സാധനമാണ്. ഏതാ?
ഇത് നമ്മുടെ ട്രാവലറിലുള്ള TT-ലുള്ള TT-ലുള്ള സെയിം സാധനം. ഇത് മതി. ഇതാകുമ്പോ മുഷിഞ്ഞാലും അറിയൂല. ഇനിയിപ്പോ എന്തെങ്കിലും ആയാൽ ഒന്ന് കഴുകി കളയാം, തുടച്ച് കളയാം. ഈ സാധനം എന്ന് വെച്ചാൽ എന്തിന് ചെളിയായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് പഴയ പോലെ തന്നെ ആയി. വാട്ടർ പ്രൂഫ് ആണ്. അലുമിനിയം പിന്നെ കോമ്പസൈറ്റ് പാനൽ, പിന്നെ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ അല്ലേ? ACP ഈ സാധനമാണ്. അപ്പം ഈ സാധനമാണ് നമ്മൾ ഇനി ഒട്ടിക്കാൻ വന്നത്. ഇതാണ് നമ്മുടെ ഉള്ളിൽ വരാൻ പോകുന്ന സാധനം. പാലും കാര്യങ്ങളൊക്കെ വന്നു, പണിയെടുക്കുന്നു. ഇത് പണിയെടുക്കുന്നു. ഇത് വന്നു. വളരെ അപൂർവമായ സംഭവമാണ്. പുള്ളി എന്തായാലും എല്ലാം വിറ്റ് പിറക്കി അയർലൻഡിന് പോവാണ്. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. ഒരു ഇച്ചിരി ഇതുണ്ടോ, ഞങ്ങളുടെ ലെയ്ത്താണ് ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ കാശ് ചെയ്യണൊക്കെ കിട്ടോ. 85 രൂപ ബില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ അവസാനം ബില്ലുണ്ട്. ഗൈസ് നമ്മുടെ ലെയ്ത്തൊക്കെയാണ് ഉപയോഗിക്കുന്ന പുള്ളി. ഇത് ലെയ്ത്ത് മെഷീൻ അല്ലേ? ഡ്രില്ലിംഗ് മെഷീൻ. ക്ലാമ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ജോജോ ചേട്ടൻ? പരസ്യം കണ്ടിട്ടില്ലേ? അടുത്തൊന്നും ഇന്നാക്കല്ലോ കേട്ടോ, ഒട്ടിപ്പിടിക്കും. ഇനി ഉള്ളിലേക്ക് ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇവർക്ക് പണിയാൻ വേണ്ടി ഇറക്കി വെച്ചാക്കുന്ന കേട്ടോ. ഇതാ കിച്ചൺ. ഇത് ഇവർക്ക് പണിയാൻ വേണ്ടി ഇറക്കി വെച്ചാക്കുന്നതാണ്. ഇത് കയറ്റി വെച്ചേക്കൊന്ന് ഒന്ന് പിടിച്ചേ, എന്നിട്ട് തിരിച്ചേ ഇപ്പുറം വാ, ഇപ്പുറത്തോട്ട് വാ. പോട്ടെ. അപ്പൊ ഞാനും അപ്പുറം പോണ്ടേ? ഇതാണ് നമ്മുടെ ആ മേളിൽ ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്ന നമ്മുടെ കബോർഡ് ബോക്സ് ആണ്. തട്ട്. ഇത് കിച്ചണും കബോർഡ് ബോക്സ് സാധനങ്ങളാണ് പണിക്ക് വേണ്ടി. ഈ വണ്ടി എത്രത്തോളം ഉണ്ട് അത്രയും നാൾ ഉപയോഗിക്കാം. കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ പൈപ്പും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്, അല്ലാതെ നമ്മള് ഫ്രെയിമും കൊണ്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. എപ്പം വേണേലും ഊരി മാറ്റാം. ഗൈസ്, ഉള്ളിലേക്ക് വരാൻ നേരത്ത് വെട്ടം ഒരു പ്രധാനമാണ്. അപ്പോൾ ഓറ് വലിക്കാതെ വേണം വെട്ടം കൊണ്ടുപോകാൻ വേണ്ടിയില്ല, കെട്ടുപോകും. അവിടെ പിടിച്ചാലോ, ചവിട്ടിക്കണം. അതിൻ്റെ അറ്റത്തൊന്നും ചവിട്ടിക്ക്, അത് പിടിച്ചോണേ. മതി. കെട്ടുപോയി. ഇതാണ് നമ്മുടെ AC. ഇങ്ങനെ വരും ഫ്രണ്ടിലേക്കുള്ള യൂണിറ്റ്. ഇത് കണ്ടോ, ഇത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ബെൻഡാവും. സൈഡിലേക്ക് തിരിച്ചു വെക്കാം, താഴോട്ട് താത്തി വെക്കാം AC കിട്ടാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതേപോലെയുള്ള എല്ലാ പരിപാടികളും ഇതിൽ നടക്കും. ഇത് അത്യാവശ്യം താഴൂടെ ഇതാ നന്നായിട്ട് അങ്ങനെ പൊട്ടിപ്പോ. അല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 15,000 രൂപ സാധനമാണ്. ഇങ്ങനെ നോക്കാൻ പറ്റുമോ? നമുക്ക് അവിടെ നിന്നുള്ള ഇങ്ങോട്ട് കിട്ടും, ഇത് അങ്ങോട്ടും കിട്ടാറുള്ളത്. പിന്നെ AC-യുടെ അവിടെ 2 ഡെട്ട് ഇട്ട് തരാന്ന് പറഞ്ഞത്, മേളിൽ നിന്ന് വരുന്നത്. ഇതാ AC ശരിയായി. ബാക്കിയുള്ള പരിപാടി. പിന്നെ ഇത് പിടിച്ചേക്കാം. ഇന്നലെ കാണിച്ചു തന്ന സാധനം ഇതാ ടേബിൾ. നിങ്ങൾ വരൂ. ഇതിന് മേലെ AC പിടിക്കോ? ഇത് താത്താനും പറ്റും, പൊക്കാനും പറ്റും. ഇവിടെ ഇരിക്കാം, എഡിറ്റ് ചെയ്യാം, കട്ടിങ് ചെയ്യാം. പിന്നെ അതുകൂടാതെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കും. അതുകൊണ്ട് ആ കാര്യം ഓക്കെ. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ക്യാമറമാൻ ഇപ്പോൾ കാലൊടിഞ്ഞു പോയതിന് കേട്ടോ, ഭാഗ്യം. ഗൈസ്, അത്യാവശ്യം എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇനി നടക്കും. ഈ AC നമുക്കൊരു 6 മാസം കിട്ടിയാൽ മതി. 6 മാസം കിട്ടിയ ലാഭം ഇവിടെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ട്രിപ്പിനൊരു 2 മാസം അത്രയും കിട്ടിയാൽ മതി കേട്ടോ. ബാക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് നജീബൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നട്ടോ പറഞ്ഞേ. അപ്പത്തേക്ക് ഇതിന്റെ പരിപ്പിളക്കി വേണ്ട കൊടുക്കുള്ളൂ, പരിപ്പിളക്കി വേണ്ട കൊടുക്കുള്ളൂ. അത് 100% ഉറപ്പാ. നമ്മുടെ യാത്ര പെർപ്പസിനാണ് പ്രാധാന്യം. ഇക്കയ്ക്ക് അറിയാലോ, നമ്മള് ടൈമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വണ്ടി ഓടി എത്തുക എന്നുള്ളതാണ്. ഇക്കൊക്കെ എന്റെ കാലെ പിടിച്ചു പറഞ്ഞു, ജോസ്മി സാർ എന്റെ ഫ്ലൈറ്റ് പോയാലും പോട്ടെ. നിങ്ങള് നല്ല നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, ഞാനും ലിബിനും ജോസ്മി സാറും കൂടി ഒരു JCB അറിയാവുന്ന പോലും അറിയത്തില്ല. എന്നിട്ട് ജാക്കി അതിന്റെ അകത്ത് എന്തോ അധികാരത്തോടു കൂടി പോയി എടുക്കുക. രാത്രി കയറിയിട്ട് ചേട്ടാ അതിന്റെ ജാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ, ടയർ മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് വീട്ടിൽ കയറി ചോദിച്ചു. എന്തൊക്കെ സംഭവം. 2023 2 വർഷമായി ആ ഒരു യാത്ര. ഇനി തൊട്ട് ഫ്രണ്ടിലേക്ക് ഞാൻ കാണിച്ചു തരാം വേറെ സംഭവം. ഇതുണ്ടോ, ഇത് എഞ്ചിൻ സൈഡ്. ഇതാണ് പുതിയ കംപ്രസർ. ഇതുണ്ടോ, ഈ വശത്തോട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ പുതിയ കംപ്രസർ വെക്കാൻ പോകുന്നത്. ഈ കംപ്രസറാണ്. ഇതുണ്ടോ, ഇപ്പൊ ഒരു കംപ്രസർ ഇരിക്കുന്നുണ്ടോ? അപ്പൊ ജോജ ചേട്ടൻ ഊരി വെച്ച കംപ്രസർ ഏതാ? അത് ജോജ ചേട്ടൻ നമ്മുടെ വണ്ടി ഇരുന്ന ഈ കംപ്രസറാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതാ നിങ്ങൾക്ക്. ഇത് നമ്മുടെ വലിയ കംപ്രസർ. അതിലും വലുത്. അത് ജോജ ഒന്ന് കൊണ്ടുവന്ന കംപ്രസറാ. വേറെ അത് വെച്ച് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇത് നജീബിക്ക് കൊടുക്കണം. ഇനി അത് കൂടാതെ ഇത് കണ്ടോ, ഇങ്ങോട്ട് വാ. ഇത് അടുത്ത AC യൂണിറ്റ് ആണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതും അത്യാവശ്യം നമുക്ക് താത്തി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര ഫ്ലോ ആയിരിക്കും. ഡെറ്റ് അല്ലല്ലോ എന്നൊക്കെ പറയുന്നത്
അല്ല ഡെറ്റ് അല്ല, നമ്മൾ മറ്റേ സ്വിഫ്റ്റിന്റെ ഗ്രില്ലിടാന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ 2 ഫാൻ വെച്ച് കൊടുത്താൽ പോരെ? സ്വിഫ്റ്റിന്റെ വെന്റിട്ടാലേ തിരിക്കാനും സൈഡിലോട്ടൊന്നും കിട്ടില്ല. ഇതാകുമ്പോൾ എല്ലായിടത്തേക്കും തിരിക്കാനും ഇത് തന്നെ നല്ല അല്ലേ. ഇവിടുന്ന് ഫാൻ ഇട്ട് താഴോട്ട് വരൂലേ? എങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്യാലോ. മറ്റേത് ഇങ്ങനെ സൈഡിലേക്ക് തിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് തന്നെ നല്ലത്. അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിന്റെ ഇവിടെ നമുക്ക് 2 ചെറിയ ഫാൻ വെച്ച് കൊടുത്താൽ കറക്റ്റ് താഴോട്ട് AC വരൂലേ? ഒരെണ്ണം ഫ്ലോ ഇങ്ങോട്ട് നേരം കുടിച്ചു കൊടുത്തപ്പോൾ ചെറിയ 2 ഫാൻ അതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇത് വന്നതുകൊണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പം ഇതിന്റെ ബാക്കോട്ട് തന്നെ ചെയ്യുന്ന ഒരു ചെറിയ കബോർഡ് അടിക്കുന്നുണ്ടോ? നമുക്ക് ടി വി ക്യാബിൻ നമ്മൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ടി വി ക്യാബിൻ തുറന്നു നോക്കുമ്പോൾ അവിടെ എസിയുടെ ഫ്ലോ കണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ. അങ്ങനെ കുഴപ്പമില്ല. ടി വി ക്യാബിൻ എപ്പോഴും ടിവികളിൽ വണ്ടി നിർത്തി മാത്രം വെച്ചാലേ ഉള്ളൂ. അല്ല സെന്ററിൽ വെക്കണ്ട, ടി വി സ്റ്റാൻഡിന്റെ സ്റ്റൈലിൽ കൊടുത്താൽ അങ്ങനെ വെക്കാൻ പറ്റില്ല. ടി വി ക്യാബിൻ നമ്മൾ ഇങ്ങനെ ഹോൾഡിംഗ് ടൈപ്പല്ലേ സെന്ററിൽ വെക്കാൻ പറ്റില്ല. ലൈറ്റ് പോയല്ലേ? ഇക്ക ഞാൻ സംശയിക്കട്ടെ, ഒരേ ഒരു സംശയം. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലേ ഒരു ചെറിയ അതേപോലത്തെ ഒരു കബോർഡ് കൂടെ കൊടുത്താലോ? ഇതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ള കബോർഡുണ്ട്. അതിന്റെ അടിയിലേക്ക് സ്പേസ് ഉണ്ടല്ലോ. മേടിക്കാൻ കിട്ടുമോ? ആണല്ലേ ചേട്ടാ. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മാറ്റി കയറ്റിയിടാവോ? ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മാറ്റി കയറ്റിയിടാവോ? ഇന്ന് കിട്ടുമോ? നോക്കാവോ? നോക്കി ശ്രമിക്കുമോ? ഇതിന്റെ കറണ്ട് വരണം. ഇതുകൊണ്ട് ഇവിടെ കറണ്ട് വരണേ. ഇങ്ങനെ കറക്കുമ്പോൾ മറ്റേ കാണിച്ചു തരാം. അതായത് കറണ്ട് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇവിടെ കറണ്ട് അടിക്കും. നല്ലപോലെ സ്പാർക്ക് എങ്കിൽ മാത്രമേ ഇത് വരുന്നത്. ഗൈസ്, നമ്മുടെ ജനറേറ്റർ ശരിയാക്കാൻ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ചേട്ടന്മാരാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് വാക്മാന്റെ കാലത്തും ജാക്മാന്റെ കാലത്തും അല്ല, പണ്ട് തോമസിലേക്ക് വന്നപ്പോൾ ഉള്ള സാധനം. റഫ്യൂസായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മളെ ഓട്ടം അങ്ങനത്തെ ഓട്ടമായിരുന്നല്ലോ. സാധനം ഒന്നും കിട്ടാനില്ലെന്ന് മേടിക്കാൻ കിട്ടാൻ. ഞാൻ പറഞ്ഞ ചേട്ടാ, ഇതിന്റെ കിട്ടുന്ന ചേട്ടന്മാർ കൊണ്ടുപോയിട്ട് അവിടുന്ന് ലെവലാക്കിയിട്ട് ഒരു ബസ്സിന് തന്നു വിട്ടാൽ മതി. ഓർഡർ ചെയ്ത് അല്ല ചേട്ടാ, ഈ സാധനം ഇവിടെ അയച്ചു വെച്ച് മെഷീൻ മാത്രം കേട്ടോ കൊണ്ടുപോയാൽ മതി. എഞ്ചിനായിട്ട് മാത്രം അത് ശരിയാക്കിയിട്ട് തന്നിട്ടാ സപ്ലൈ എന്നിട്ട് വേറെ ഏതെങ്കിലും ചെറുതിന്റെ ഒന്ന് കൊടുത്താൽ പോരെ? പോരെ. അപ്പൊ സാധനത്തിന്റെ വണ്ണം കുറവില്ലേ? കാറൊക്കെ എടുക്കില്ലേ? ചാക്കിലിട്ട് തരാം. സൂക്ഷിച്ചു ഉണ്ടായാൽ ഇത് കണ്ടോ? ഈ കാണുന്ന സാധനം കണ്ടോ? ഇത് ഏകദേശം തുരുമ്പിച്ചു കേട്ടാ. നോക്കിയേക്കാം, ഇതാ ഇങ്ങോട്ട് നോക്കിയത് സ്പാർക്ക് വരുന്നുണ്ടോ കേട്ടോ. ചെറിയ സ്പാർക്ക് വരും. അടിച്ചു കണ്ടോ? സ്പാർക്ക് അടിക്കുന്നതാണോ? വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അതിനും വരണം. അതിന് വരുന്നില്ലല്ലേ? ഇല്ല, സ്പാർക്ക് വരുന്നില്ല. അതായത് ഇങ്ങനെ ഒരു കോയിലാണ് വരുന്നത്. ചേട്ടാ ജസ്റ്റ് ചാർട്ട് ചെയ്ത് നോക്കി ചാട്ടാവൂല? ഇല്ല, സ്റ്റാർട്ട് ആവും. സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. അതിന് ബാറ്ററി ഒക്കെ എക്സ്ട്രാ വെക്കുന്ന സെൽഫ് എടുക്കാൻ പറ്റുന്നത്. സെൽഫ് മോഡലാണ്. സെൽഫ് നമുക്ക് റെഡിയാക്കി എടുക്കാതെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അടിച്ചെടുക്കും. ചേട്ടൻ ഇപ്പം എന്നെ ഉദ്ദേശിക്കുന്നത് പോയിട്ട് വന്നിട്ട് വരാന്നാണോ അല്ലെ കൊണ്ടുവന്നത്? ഓൾറെഡി ഇതിപ്പോൾ നമുക്ക് ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം. എനിക്കൊരു 2 സമയം വേണം ഒന്ന് ഓർഡർ ചെയ്ത് സാധനം വരുത്താൻ വേണ്ടി. അതിന് ബാക്കിയും കൂടി ഊരി നോക്കിയാലോ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടെന്ന്? അത് ഓർഡർ ചെയ്ത സാധനം അപ്പത്തേക്ക് അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഔട്ട് കറണ്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ജനറേറ്റർ സ്റ്റാർട്ട് ആയതിനു ശേഷമേ നമുക്ക് വെളിയിലോട്ടുള്ള സപ്ലൈ. അതാ ഞാൻ പറഞ്ഞു ചേട്ടനോട്, ചേട്ടൻ അത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് ഔട്ട് കയറിനോ ഇതിനെ നോക്കിയിട്ട് അത് സർവീസ് ആയിട്ട് തന്നാൽ പോരെ? അല്ലെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടൂല. കോട്ടയം ഇഷ്ടം പോലെ നമ്മുടെ ഇതിലും വണ്ടി കോട്ടയത്ത് പോകുന്നുണ്ട്. ഈ കാണുന്ന സാധനം ശരിയാക്കി എടുക്കാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് 1 മണിക്കൂർ അല്ല 1 ലിറ്റർ ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ ഓടും അല്ലേ? 1.5 മണിക്കൂർ ഓടും. അത് 1 മണിക്കൂറിന് 2 തൊട്ട് മേലോട്ട് വരും. ഇത് നല്ല മൈലേജ് ഉള്ളതാണ്. ഏത് ഈ ഹോണ്ടയ്ക്ക്? ഇത് നല്ല മൈലേജ് ഉള്ളതാണ് ഈ സാധനത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ബുദ്ധി. ഒരു 2 ലിറ്റർ 3 അടുപ്പിച്ച് അതിന് 3 ലിറ്റർ 1 മണിക്കൂറോടെ. 1 മണിക്കൂർ കൂടുമ്പോഴത്തേനാവും. ഓ, 7000 വാട്ട്സ് ആകുമ്പോൾ നല്ലതുപോലെ വലിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പാർട്സും സാധനങ്ങളൊന്നും കിട്ടാനില്ല. ഇതൊക്കെ മൊത്തം നമ്മൾ ഇതുണ്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാം മാറ്റി ഇട്ട് ഇതിൻ്റെ ഏതൊക്കെയാണ് പോയ സംഭവങ്ങളൊക്കെ നോക്കുവാണ്. ഇതെന്നാന്ന് വെച്ചാൽ തീരുമാനം. ഇതെന്തായാലും ബസ്സേ കയറ്റുന്നില്ലെന്ന് തീരുമാനിച്ചോ. വീട്ടിലടിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇത് വണ്ടിയൊക്കെ കയറ്റി. പക്ഷേ ഇനി കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കണം. അതിൻ്റെ സൈഡൊക്കെ ഉണ്ടോ ഫുള്ള്. ഇത് മൊത്തത്തിൽ നമ്മളിതൊന്ന് പീസാക്കിയിട്ട് നമ്മൾ പെയിന്റ് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. ഇതല്ലേ പെയിന്റ് നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. നമുക്ക് ഇത് ഫുള്ളായിട്ട് അടിച്ച് സ്പ്രേ അടിച്ച് പെയിൻ്റൊക്കെ അടിക്കുന്നത് നല്ല വൃത്തിയായിരിക്കും. ആണല്ലേ? ഏത് കളറാണ് കുഴപ്പമില്ല. അല്ല, സെയിം കളർ വേണ്ടി അടിക്കുന്നത് നല്ല ഭംഗിയാണ്. ഇവിടെയൊക്കെ തുരുമ്പ് കയറിയുണ്ട്. ഈ ഭാഗമൊക്കെ തുരുമ്പ് കയറിയിട്ട് ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ചേട്ടന്മാർ ഇതിൻ്റെ സാധനം മേടിച്ചോണ്ടോ?
വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മറ്റേ നമുക്ക് വൈകുന്നേരം ആലോചിക്കാം. പോയിട്ട് വാ. പേരെന്നാ? പേര് പറഞ്ഞല്ലോ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോഷി. ചങ്ങനാശ്ശേരി, പായിപ്പാട്. പായിപ്പാട്. ഇവർ 3 പേര് പായിപ്പാടുകാരാണ്. അതായത് ചങ്ങനാശ്ശേരി പായിപ്പാടുകാരാണ്. അപ്പോൾ ഇവർ നമ്മുടെ ജനറേറ്റർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതിൽ മേടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശരി, കഴിച്ച് നോക്കും. അവർ ആ സാധനങ്ങൾ മേടിക്കാണ്ട് പോവാണ്. ഇല്ലേ ഇക്ക, ഇത് വെക്കാം. ഇതാകുമ്പോൾ എന്നാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മൈലേജ് കൂടുതൽ. ചെറിയൊരു മിക്സിയൊക്കെ വർക്ക് ചെയ്യും. ചെറിയ സാധനം പറയുന്നത് ഒരു മിക്സി, അതുപോലെ ഒരു ചാർജ് ചെയ്യാൻ, പിന്നെ ഒരു ഫാൻ ഇടണേല് അത്ര ആവശ്യമല്ലേ ഉള്ളൂ. ഇതിന്റെ ലൈനില്ലേ, ഇതിന്റെ ലൈൻ എല്ലാ റൂം ഇതിലേക്കും ബെഡിലേക്കും ചാർജിങ് സോക്കറ്റ് കൊടുത്താൽ മതി. ലൈനിട്ടേക്കാണ് ഇവിടെ സോക്കറ്റ് കുത്തിയാൽ മതിയല്ലോ. ഫുൾ ലൈൻ കൊടുത്തേക്കാം. എല്ലാ സ്ഥലത്തും വലിക്കുമ്പോൾ എല്ലായിടത്തേക്കും ലൈൻ കൊടുക്കുക. അപ്പൊ സാധാ മൊബൈൽ ചാർജർ കുത്താനും കറണ്ടിൽ അതുകൂടി സെപ്പറേറ്റ് വെക്കാം. പോരെ, അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ മഴ. പിന്നെ അതേപോലെ നമ്മുടെ കയ്യിൽ ഇൻവേർട്ടർ ഉണ്ട്, മറ്റേ കർഫ് ഇൻവേർട്ടർ. ആ കർഫ് ഇൻവേർട്ടർ എന്ത് ചെയ്യണം? അതിന്റെ ലൈനും കൊടുക്കണം. ബാൽക്കണി എടുത്തിട്ട് 2 സ്ഥലത്തോട്ട്. അത് കയ്യിലുണ്ടെന്ന് ഇൻവേർട്ടർ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എന്ത് ചെയ്യണം? ഒരു ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും 2 ലൈൻ അത്രേ ഉള്ളൂ. ചാർജ് ചെയ്യുന്നത് മതി. ചാർജ് ചെയ്യാം. 2 സാധനം. അതിനകത്ത് 2 എണ്ണം. നമ്മള് ബെഡിന്റെ അവിടെയൊക്കെ നമുക്ക് ജനറേറ്ററിന്റെ കണക്ഷനും ബാറ്ററിയുടെ കണക്ഷനും. വേറെ ഒന്നുമില്ല, നമ്മൾ ട്രാവൽ ചെയ്തില്ലേ ആ സംഭവം നമ്മൾ ചെയ്തല്ലേ ഇത്. നമുക്ക് 2 പ്ലഗ് കിട്ടി എന്തുകൊണ്ടാ യൂസ് ചെയ്യാലോ. പ്ലഗ് കണക്ട് ചെയ്തിട്ട് ഇതങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എമർജൻസി വന്നാൽ മാത്രം. ഇല്ലെന്ന് ഇക്കൊന്ന് ആലോചിച്ചൊക്കെ, 1 മണിക്കൂറിന് 3 ലിറ്റർ വരെ 12 മണിക്കൂർ ആ സാധനം ഇടും. അപ്പൊ എത്രയായി? പിന്നെ എനിക്കറിയാവുന്നല്ലേ. അപ്പൊ എത്ര രൂപയുടെ എണ്ണ കയറി? ദൂരം ഇത് ബാത്റൂമിന്റെ വർക്ക് ചെയ്യണമെങ്കിൽ പണ്ടാറ് ഓൺ ചെയ്യണം. വേറെ കാര്യമുണ്ട്. ആ മറ്റേ എണ്ണ അടിക്കുന്നത് രാത്രി അടിക്കുന്നുണ്ട്. ട്രാവൽ വേണം, പകല് മൊത്തം കൂടി ഇത്ര എണ്ണയുടെ ആവശ്യം. എടാ 3 × 12 മണിക്കൂർ 36 ലിറ്റർ ഡീസൽ. നീ അത് കൂട്ടണായിരുന്നാ? അപ്പൊ ഇപ്പത്തെ ഡീസലിന്റെ പ്രൈസ് വെച്ചാൽ 100 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 3600 രൂപ പ്രതിദിനം. 10 ദിവസത്തേക്ക് 36,000. 20 ദിവസത്തേക്ക് 3 ലക്ഷത്തി സംതിങ് രൂപ. അതങ്ങനെ 3 ലക്ഷം 36,000. 20 ദിവസം ആകുമ്പോ 72,000 രൂപ. എടാ 10 ദിവസം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പരിപാടി എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ടേ 3,60,000 രൂപ കറക്റ്റാ. 100 ദിവസം മാറിപ്പോയത്. നഷ്ടം വരുന്നല്ലോ ഒന്ന് യാത്ര പോയതൊക്കെ. കഥം ഗൈസ്, ഇതൊന്നും ഓടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൊട്ടാരോ മാളികയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല. ഇതൊക്കെ ഒരു പാഷൻ. ഇപ്പൊ യൂറോപ്പിൽ ഓടിയ വണ്ടിയുണ്ട്, അതിന്റെ കറ ഇതുവരെ തീർന്നിട്ടില്ല. 10 ദിവസം ആകുമ്പോൾ 70,000 72,000 രൂപയാണ്. മറ്റേത് ഇക്കോടെ ഞാൻ 3 പ്രാവശ്യം കടം മേടിച്ചു പൈസ. അതായത് ഈ സാധനം ഓടണമെങ്കിൽ അവിടെ അത്രയും ചിലവാണ് യൂറോപ്പിൽ, നമ്മുടെ ചീറ്റിനെ പോലെ. ആ സമയത്ത് ഇതുങ്ങാനും കൊണ്ടാ പോയത് പെട്ടുപോയ ഒരു ബണ്ണിന്റെ പൈസ 200 രൂപ. ഇക്കടുത്ത് 3 പ്രാവശ്യം ഞാൻ പൈസ റോൾ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടാണ് നമ്മൾ യൂറോപ്പ് അല്ലേ. സത്യമായ കാര്യമാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ വിചാരം ഇത് മറ്റേ കൊട്ടക്കണക്കിന് കാശ് അതിനകത്ത് ഇറങ്ങിയത്. ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങളെപ്പോലെ വാൻ ലൈഫ് നടത്തി ഈ യൂറോപ്പിലും ഈ ഇന്ത്യയിലും ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയുള്ളവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ 90% പൈസ ചിലവാണ്. അങ്ങനെ ബാക്കി ഇങ്ങനെ വെക്കാനൊന്നുമില്ല. അതേസമയത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിനടുത്ത് കിടന്നുറങ്ങുവാണ് സുഖമായിട്ട് കാശ്. വക്കീലന്മാർക്കും കാശ് കൊടുക്കണം. 10% വക്കീലിന്. പിന്നെ ഒന്നുമില്ല. രാത്രി ഹീറ്റർ ഉണക്കി വെക്കാൻ വേണ്ടി എന്തോരം ഡീസൽ വേണമായിരുന്നു. അവിടെ ഇവിടെ ജനറേറ്റർ ആണെങ്കിൽ അവിടെ ഹീറ്റർ അല്ലടാ പോയി കണ്ടതല്ലേ. ഇവിടെ ജനറേറ്റർ ആണ്, അവിടെ ഹീറ്റർ. ആദ്യമായിട്ട് സെവൻ പട്ടിണി കിടന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടാ ഇക്കാനെ വരെ ഞങ്ങൾ പട്ടിണിക്ക് എടുത്തിട്ടുണ്ട് 4 ദിവസം. പുള്ളി പിന്നെ രക്ഷപ്പെടും ചെയ്ത്. നമ്മൾ 2 ദിവസം പട്ടിണി കിടന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും വെറുതെ പറയുന്നതാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം തന്നെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒന്നും കഴിക്കാണ്ട് വെള്ളം മാത്രം കുടിച്ച് 2 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നാലേ ഓടുകയുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അതായത് അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ടോയ്ലറ്റിൽ പോകേണ്ടി വരും. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യമില്ല. മഞ്ഞിൻ്റെ കുഴിയാണ്, അതിൻ്റെ അകത്ത് എങ്ങനെ പോകും? ചില സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഓടിച്ചല്ലോ ബാത്റൂമിലേക്ക്. ബാത്റൂമിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകുമ്പോൾ അല്ല എങ്ങനെ പോകാൻ പറ്റില്ല. ആലോചിച്ച് നോക്കിയേ. പിന്നെ പുറത്ത് നല്ല മഞ്ഞ്, അതിലും വലിയ ചൂടുള്ള വെള്ളം കഴുകാൻ വേണ്ടി തന്നെ എങ്ങനെ ഉണ്ടാവും? ഈ ഹോട്ടലിലല്ലേ, ഈ ഹോട്ടലുകൾ ഇരിക്കുന്ന എവിടെയാ? നല്ല നല്ല പ്ലേസുകളിൽ നല്ല നല്ല സൗകര്യം. നമ്മൾ യാത്ര ചെയ്യുന്ന എങ്ങനത്തെയാ? ആ രാജ്യത്തെ ഏറ്റവും തല്ലിപ്പൊളി സ്ഥലത്ത് ഫെസിലിറ്റി ഉണ്ടാവുമോ? റഷ്യയൊക്കെ ഞങ്ങളുടെ തല ഇറക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർ നമ്മളെ ഇന്ത്യക്കാരെ ബാത്റൂമിൽ പോലും വിടത്തില്ല. ചോദിച്ചു നോക്ക്. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അതെ, നിങ്ങൾ
നിങ്ങൾ ഈ ലോകരായിട്ട് എവിടെ പോയിക്കോ, നമ്മൾ എവിടെ ചെന്നാലും സെക്കൻഡ് കാറ്റഗറി ആയിരിക്കും. അത് എഴുതി വെച്ചോ. അതിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമൊക്കെ എല്ലാവരും ചിരിക്കും, സ്നേഹമൊക്കെ ഉണ്ടാവും, പിന്നീട് മാറണം. ഈ ടൗൺ ഏരിയകളിൽ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോകുന്നിടത്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഇതിപ്പോൾ നമ്മുടെ ഇതിന് എണ്ണയില്ലാണ്ട് എണ്ണ മേടിച്ചോണ്ട് വന്നാണ് ഇതിന് ഒഴിക്കാൻ വേണ്ടി. എന്തായാലും അവർ വരട്ടെ, വന്നിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. വാ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ജോജോ ചേട്ടനെ നമുക്ക് മുറുക്ക പിടിക്കണം. ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് ഫുള്ള് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടി. ഇതാ കർട്ടൻ, ഈ കർട്ടൻ കേട്ടോ ഞങ്ങളുടെ വണ്ടി വരുന്നത്. ഐവറി ഇങ്ങനത്തെ മതി, സാധാ കർട്ടൻ മതി. മറ്റേ പൊക്കലും താത്തിലൊന്നും വേണ്ട, സാധാരണ. നമ്മൾ എപ്പോഴും ടെക്നോളജിയുടെ പുറകെ പോയിട്ട് ഇത് നമ്മളിവിടെ അടിച്ചെടുക്കുന്ന അല്ലെ ഒരു അർബാനിക്ക് കമ്പനി ഇത് കൂടെ ഞങ്ങൾക്ക് വെറുതെ ഇട്ടുതരുക. എന്നാ കാണിക്കാനാ? ഇത് ടോപ്പ് വർക്ക് ഒക്കെ കഴിഞ്ഞോണ്ടിരിക്കും കേട്ടോ. ഇതാ ഇൻഫിനിറ്റിയുടെ സ്പീക്കറാണ് ഇതിന്റെ അകത്ത് മൊത്തം ചെയ്താക്കുന്നത്. ഇൻഫിനിറ്റിയാ? അതെ, ഇൻഫിനിറ്റി അഹൂജ. ഇൻഫിനിറ്റിയുടെ 4 സ്പീക്കർ, അഹൂജയുടെ ആമ്പ്, പിന്നെന്താ ആമ്പ് 4 ചാനൽ പറഞ്ഞ 2 ചാനൽ പറഞ്ഞ മൈക്ക്, മിക്സർ എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി വണ്ടി. ഇത് കണ്ടോ, ചേട്ടന്മാരൊക്കെ പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് സൈഡിലെ സൈഡ് പാനൽ ലൈറ്റുകൾ അവിടെ വെച്ചോണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് എത്ര മണിക്ക് തീരുക? ഇത് ഏതാണ്ട് നാളത്തോടുകൂടി ഏതാണ്ട് വണ്ടിയുടെ ഫുൾ വർക്ക് കഴിയും. ഡെലിവറിയാണ്. ടോപ്പ് നോക്കിയേ, ടോപ്പ് നോക്കിയേ. ലൈറ്റ് കത്തുമല്ലോ. പ്രസാദ് കത്തുവോ? ലൈറ്റ് കത്തോടോ? ഒന്ന് കത്തിച്ചാ നമ്മള് കൈ അടിക്കട്ടെ. കൈ അടിച്ചാവൂലേ? നീ ഇത് മറ്റേ ടോള് പിരിക്കുന്ന അവിടെ മറ്റവര് കൈ അടിച്ചിട്ട് 10 രൂപ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. പ്രസാദ് നല്ല ലൈറ്റ് എടുത്ത, വെള്ള ലൈറ്റ് അല്ലടാ. ലിവിൻ ഇങ്ങനെ അടിച്ചിട്ട് ലൈറ്റ് എത്തുമെന്ന് 10. ഈ കാണുന്ന വണ്ടിയുടെ ലൈറ്റുകളും സംഭവങ്ങളും ഒക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓവർ നമ്മൾ അവരെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പരിപാടി തീരത്തില്ല. അപ്പോൾ വണ്ടിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഫ്രണ്ടിൽ ട്രിപ്പിക്കാൻ വേണ്ടി? അത് പ്രത്യേക നജീബിക്ക് ഇവിടെ വണ്ടിയുടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കൊടുക്കും കേട്ടോ. നമുക്കതിന്റെ വാട്ടറിന്റെ പൈപ്പില്ല, അതിന്റെ ഉള്ളിൽ കൂടി വിടണം. അല്ലെ നമുക്ക് എസി പൊട്ടിക്കുമ്പോ അവിടെ പറ്റില്ല. നജീബ് ഇറങ്ങി അണ്ണനക്ക് ഇങ്ങനെ കൊടുത്താ ഞാൻ കുറച്ച് താത്തി കൊടുത്തോളാം. നീ എങ്ങനെയാന്ന് വെച്ചാൽ കൊടുത്തിട്ടോ. നീ എന്താ മറ്റേ ഇതിൽ കൂടി ഇങ്ങനെ സ്ലോപ്പ് ആക്കിയാണ് കൊടുത്തിട്ടോ. എന്നാ പറയുന്നേ? അല്ല ലൈറ്റ് കൊടുത്ത് ഇത് സഹകരിച്ചത് ഈ വിളിച്ച ഡെബിൻ. ദാദാച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണേ നജീബ്. അല്ലെങ്കിൽ പിന്നെ ഇക്ക് എന്തെന്നാ പറയുന്നത്? ബക്കറ്റ് വെക്കണമെന്ന് ഏച്ചിയുടെ വെള്ളം പിടിക്കാൻ. അതിനാ എന്നെ പറയണേ ബാത്റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ വെള്ളം. ഇത് അതേ സമയത്ത് ഇവിടെ കംപ്രസർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് വാ, ഊര് വേണം കേട്ടോ. ഈ കംപ്രസർ നജീബിക്ക് കൊടുക്കണേ. ഇത് ഏത് വണ്ടിക്ക് വെക്കാൻ പറ്റും? നമ്മുടെ ഏത് വണ്ടിക്ക് വെക്കാനേക്കാ? ഇവിടെ എടുത്ത് വെച്ചേക്കാ. അലി അത് ഇവിടെ വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ കേസ് പറയാം, നിങ്ങളുടെ വക 2 പുതപ്പില്ലേ? 2 AC അല്ലേ? ഫ്രീ അല്ലേ? തണുപ്പ് കൂടുതലായതുകൊണ്ട്. ഇങ്ങനെ ആയിട്ട് പറഞ്ഞു. മറ്റേ പഴയ ഹോൾ എന്ന് പറഞ്ഞ മറ്റേ ഇതിനുണ്ട്, ഷറിങ്ക ഹോൾ എന്ന് പറഞ്ഞ തണുപ്പ് എന്നാ പറഞ്ഞു. ഇത് വെച്ച് കഴിഞ്ഞാൽ 2 പുതപ്പ് ഫ്രീ ആണെന്ന്. നിങ്ങൾ ഈ ലോകത്ത് അയർലൻഡിൽ പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൗകര്യം തരില്ല. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ അയർലൻഡിൽ പോകും. ഇന്ന് പോകുന്ന വഴിക്ക് എന്തായാലും പറ്റി അവിടെ വെച്ച് പിടിക്കും ഞാൻ. ജോജോ ഇന്ന് പെണ്ണുമ്പളോട് സംസാരിച്ച് പറയണ്ടായിരുന്നു, പുതിയ നമ്പർ വേണ്ടല്ലോ. ജോജ ചേട്ടൻ പോലെ വേണ്ടല്ലോ. ജോജ ചേട്ടൻ പോലെ അടുത്ത ആളെ ഇട്ട് അടുത്ത ആള് തന്നെ ഇരിക്കുന്നത്. വേറെ എന്നാ വേണ്ടേ? ഇന്ന് എന്റെ കൂട്ടുകാരൻ സെബിനെ ചിലപ്പോ നിങ്ങൾ കാണില്ല. അതിന് കാരണം വെച്ചാൽ അവൻ ചെറിയ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അവൻ മുങ്ങി നടക്കുവാണ്. അതിനുള്ള തന്ത്രം. AC എന്നാലും ഫിറ്റ് ചെയ്യട്ടെ. AC ആണ് മെയിൻ. AC പരിപാടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എടുത്തോ ഗൈസ്. AC പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പിന്നെ പടപടെ ACP അടിക്കാം കേട്ടോ. പക്ഷെ ആ ACP ഒറ്റ ഷീറ്റിൽ വരുമല്ലോ, 2, 3 ഒക്കെ. അത് ഒട്ടിച്ച് ഭയങ്കര സ്റ്റാൻഡേർഡ് വണ്ടി. ഞാൻ പറഞ്ഞത് ഇവിടെ ഇച്ചിരി ലൈറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളില് നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നീളത്തില് 2 സ്റ്റിപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു ഞാൻ കാണിച്ചു തരാം. അതായത് ഈ വണ്ടിയിലെ ആംബിയൻസ് കൊടുക്കണം, പിന്നെ സ്റ്റാൻഡേർഡ്,
വെള്ള ലൈറ്റും നല്ല വെട്ടം പിന്നെ പിന്നെ ഈ കബോർഡില്ലേ നമുക്ക് കബോർഡില്ലേ കബോർഡിന്റെ അടി നിരത്തി ഒരു 5 എണ്ണം കൊടുക്കണം കുക്ക് ചെയ്യുന്ന നമുക്ക് വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ആക്കണ്ടല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇക്കയ്ക്ക് കുഴപ്പമില്ലല്ലേ അർബാനിക്ക് വെക്കുന്ന 2 സാധനം കൂടെ വെച്ചോ, കുഴപ്പമില്ലേ ഇല്ലേ അതേ ഡിസൈൻ തന്നെ വെക്കുന്ന ഡിസൈനാണ് വെക്കണത് 2 ലൈൻ ഞാൻ വെക്കണത്. പിന്നെ അഭിപ്രായം പറയണേ ഇത് ഇവിടെ ഇല്ലേ, ഇവിടെ ഇപ്പൊ ടി വി ക്യാബിൻ വന്നു, ഈ ഫ്രണ്ടിൽ ഒരു ചെറിയ എന്തേലും ഒരു ചെറിയ അല്ല സാധനങ്ങളൊക്കെ ഇതൊന്നുമില്ല. ഇനിയിപ്പോ അവിടെ ഒന്നും എടുത്തിട്ടാണ് അന്നാ ഒരു പണി ചെയ്യോ, ഈ ഇതിന്റെ മേലൊരു ചെറിയ സാധനം അടിച്ചു തരുമോ? ആ കുഴി എടുക്കുന്നുണ്ടോ? ആ കുഴി ഡാഷ്ബോർഡ് അവിടെ കുഴി കിടക്കുന്നുണ്ട്, മണ്ണടിച്ച് ലെവൽ ചെയ്തപ്പോ മണ്ണടിച്ച് ലെവല് പറയുന്നത് അവിടെ ഒരു ചെറിയ ബോക്സ് പോലെ ആക്കി തരും, നമ്മുടെ പേപ്പർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബുക്കും പേപ്പറൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ഇങ്ങനെ പൊക്കുന്ന രീതിയിലുള്ള ലോറിക്കൊക്കെ വെക്കുന്ന പോലത്തെ എളുപ്പമണി ബുക്ക് എന്തായാലും മേളിലൊന്നും വെക്കാൻ പറ്റുമല്ലോ, ഇപ്പൊ താഴെയുള്ള ബുക്കുകളും സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള. ഒരു പണി ചെയ്താൽ പോരെ, നിങ്ങൾക്ക് ഈ സീറ്റും ആ സീറ്റും തമ്മിലൂടെ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിൽ കൺട്രോൾ ബോക്സ് വെച്ച് തന്നാൽ പോരെ. അത്യാവശ്യം ആളുകൾ നമ്മൾ അർബാനിയൊക്കെ സെന്ററിലൊക്കെ കൺട്രോൾ ബോക്സ് വെച്ച് തന്നാൽ പോരെ. ഏറ്റവും നല്ല ഐഡിയ പറയട്ടെ, എനിക്ക് ഒന്നും പറയരുത്, നമുക്ക് വ്യൂ ഏറ്റവും നല്ല ഐഡിയ പറയട്ടെ, ഒന്നും പറയില്ല. ഇവിടെ ഒരു ചെറിയ അവിടം വരെ, ഇവിടെ ഒരു ചെറിയ അവിടം വരെ വെക്കുവാണെങ്കിൽ അത്യാവശ്യം സാധനം എടുത്തോളാം, ചെറുതെന്തിനടിക്കാൻ പറ്റുമോ? എന്റെ ലിബിന് അത് ബോറാവില്ലേ? കേക്കട്ടെ, എന്തിനു വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തേ. ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊന്നും നനയാതെ എടുത്തു വെക്കാം. എനിക്ക് അത്ര ഒന്നും പറഞ്ഞേക്കടോ അവിടെ എന്തെങ്കിലും ക്യാമറയൊക്കെ എടുത്തു വെക്കാണല്ലേ, വെള്ളം നനയാതെ വെക്കാല്ലോ ഇതിന്റെ അകത്ത്. അപ്പൊ പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഓവർ സാധനം കയറ്റി ചെയ്തു, ആ 2 സൈഡ് അടിക്കാൻ സാധനം കൊണ്ടുവരാനുള്ളൂ. പറ്റുമോ നോക്കാവോ? അപ്പൊ മേലത്തെ നമ്മൾ ഒഴിവാക്കിയല്ലോ, ചെറുത് ഞങ്ങൾക്ക് തന്നെ ഒരു 2021 ശേഷം ഞങ്ങൾക്ക് തന്നെ ഒരു കൊതി വരുമോ ഇതിന്റെ അത് യാത്ര ചെയ്യാൻ വേണ്ടി. സത്യം ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ട് ഇക്കായ്ക്ക് പോവാൻ, എല്ലാവർക്കും ഒരു ത്വര. ഇക്ക അങ്ങോട്ടാ പോവാ? ഞാൻ മൂന്നാറ് ചൂട് അത്രേ ഉള്ളോ? പിന്നെ ഇക്ക തന്നെ പോവാണെ കുണ്ടൽപേട്ട. പുതിയൊരു സൺഷെയ്ഡ് അർബാനിക്ക് വേണ്ടിട്ട് പുറത്തുനിന്ന് ഉണ്ടെന്നല്ലേ? ഏത് രാജ്യത്തേക്ക് ഉണ്ടെന്ന്? അസർബൈജാനിൽ നിന്ന് കാണിച്ചു കൊടുത്തേ. അസർബൈജാനിൽ നിന്ന് വെച്ചാൽ ചേട്ടാ പിടിച്ചൊന്ന് അമ്മൊന്ന് വെച്ചാൽ. ഇതായിട്ട് കട്ടിയിട്ട് നിങ്ങൾ അടിച്ചാ? ഏത് വണ്ടിക്ക്? നമ്മുടെ വണ്ടിക്ക് വേണ്ടിയല്ലേ? ആ ഗൈസ് സാധനം കൊണ്ടുവന്നു. ബേക്ക് വേണേ പിടിക്കാൻ കേട്ടോ ഗൈസ്. ഈ കാണുന്നേ അസർബൈജാനിൽ നിൽക്കൊണ്ടെന്ന് ഞാൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇതില്ലേ ബെൻസ് സ്പ്ലെൻഡറിന്റെ സാധനമാണ്. വരുന്ന സാധനമാണ്. ഇതെങ്ങനെയാ വെക്കുന്നേ? എവിടെ വരൂടാ? ഒരു ഫോറിൻ ലുക്കാണ് വേണ്ടി തിരിച്ചു വേണം. താഴത്തേക്ക് ചേർത്ത്. ആ ശരിയാണല്ലോ. ഇതിങ്ങനെ വരും. ഇതിങ്ങനെ ഇതിന്റെ കറക്റ്റ് ഇതാണ് അതിന്റെ കറക്റ്റ് സീറ്റ്. ഇതാണ് അതിന്റെ കറക്റ്റ്. ഇതെന്ന് ഇറങ്ങും? 3 ബോൾട്ട് കൊടുക്കുള്ളൂ. ഇതാ മറ്റേ പുറത്തുള്ള സ്പ്ലിൻഡറിന്റെ സാധനം. ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ അവിടുന്ന്. പക്ഷെ വേറെ സ്പ്ലിൻഡറിന് വീതി കുറവോട്. ഇനിയേ വേറെ സാധനം കാണിച്ചുതരാം. ഈ ഡോറില്ലേ, ഈ ഡോറ് ഇത് സാധാരണ അർബാനികളുടെ ഇതെങ്ങനെയൊക്കെ ലോക്ക് അടിക്കുന്നത്. മാറിക്കേ, ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ വരും. സാധാരണ അർബാനിയുടെ തുറക്കണമെങ്കിൽ ഇത്ത പിടിച്ച് ഞെക്കിയിട്ട് ഇങ്ങനെ വരും. ഇത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ഫ്രണ്ടിൽ സ്വിച്ചും റിമോട്ട് സാധനമൊക്കെ ഉണ്ടാവും. അതിലിങ്ങനെ ഞെക്കാൻ നേരത്ത് ഇങ്ങനെ തന്നെ അടയും തുറങ്ങുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് ഈ സാധനം കൊണ്ടുവരും. ഇത് നമ്മുടെ വണ്ടിയുടെ കൂട്ടത്തിൽ തന്നെ ഇറക്കിക്ക. അതിനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി മാക്സിമം ഡിലേ ആക്കുക. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു വണ്ടി വന്നാക്കുന്ന എത്ര സീറ്റാ? 12 സീറ്റ് അർബാനി ഉണ്ടോ? ഇത് ട്രാവൽസുകാർ എടുത്താക്കുന്ന 12, 16, 17 അല്ല 9, 12, 16. ആ ഗൈസ് അങ്ങനെ ആയിട്ട് വരിക. ഏറ്റവും ലുക്ക് വലിയ വണ്ടിക്ക് കേട്ടോ, ഏറ്റവും ലുക്ക് ഫ്രണ്ട് വണ്ടിക്കാണ്. അത് മറ്റേ സ്പ്ലെൻഡറിനും ഉണ്ട്. 26 സീറ്റാണ്. മിനി ബസ് ആയിരിക്കുമല്ലോ. 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ? വിജയിച്ചു തന്നെ ഇന്ത്യയിൽ. ഈ 35 രൂപയ്ക്ക് ഇറങ്ങിയിട്ട് വിജയിച്ചത് എന്തോ ദൈവാനുഗ്രഹം. എത്ര വണ്ടി പൊട്ടിപ്പോയി കഴിഞ്ഞ ഒരു വണ്ടി വിജയിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ട്രാവൽ ഇറങ്ങിയതിന് ശേഷം അവർ ഏതെങ്കിലും ഒരു വണ്ടി വിജയിച്ചോ?
കൂർക്ക് വിജയിച്ചില്ല, അതിനുശേഷം ലാസ്റ്റ് വിജയിച്ചാണ് അർബാനിയ. ഈ കാറ്റഗറി വേറെ വണ്ടി ഇല്ലല്ലോ, വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആവും. ശരിയാണോ? വേറെ ഏതെങ്കിലും കമ്പനിയുള്ള വണ്ടികൾ ഇപ്പൊ ഈ ഒരു മോഡൽ ഇനിയിപ്പോ ഐഷറും ടാറ്റയൊക്കെ ചിലപ്പോൾ ഇറക്കും. വിങ്ങറിന്റെ അവരൊക്കെ മാറ്റിയിട്ട് അവരെല്ലാം ഇറക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിപ്ലവം. വണ്ടിയുടെ കാര്യങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓവർ വണ്ടി എടുത്തിട്ട് പോകാത്ത അവിടെ പണിയും കാര്യങ്ങളും നടക്കുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളവും നമ്മൾ അഭിപ്രായം പറയും. അപ്പൊ അവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അത് ഫൈനലി ചേട്ടന്മാർ തിരിച്ചു വന്നു. അവർ പോയിട്ട് ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സും വലിച്ച് സ്റ്റാർട്ടാക്കുന്ന സാധനവും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു. ഇവിടെ ഇത് മേടിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടാ. എന്നൊക്കെ പോയി മേടിച്ചോണ്ട് ഇപ്പൊ പിന്നെ നമ്മൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന റീകോയിൽ അസംബ്ലി എന്നാണ് ഈ സാധനത്തിന്റെ പേര്. പിന്നെ നമുക്ക് കാർബറേറ്റർ കംപ്ലൈന്റ് ആയിരുന്നു. കാർബറേറ്റർ നമ്മൾ പുതിയ മോഡൽ മേടിച്ചു. ഗൈസ് കാർബറേറ്റർ ഇതിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. എറണാകുളത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാൻ വലിയ പാടില്ല. ഞങ്ങളുടെ നാട്ടിലെ സാധനം കിട്ടിയേട്ടാ. അതെ, എല്ലാം കിട്ടി. എല്ലാം കിട്ടി. അതിനെ കിട്ടി. അതിന്റെ കിട്ടിയിട്ടില്ല. അല്ല, അതിന് മാത്രം നമ്മൾ കിട്ടില്ല. അതിന്റെ ഒന്നുമില്ല. നമ്മളിപ്പോ പുതിയ കാർബറേറ്റർ നമുക്ക് ഈ സാധനം ഇതില്ല. ഈ മെഷീന്റെ പുതിയ കാർബറേറ്ററാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് ഇതിന് സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അല്ലേ? എന്നിട്ട് ഇത് ചേട്ടന്മാർ സ്പ്ലിറ്റ് ചെയ്ത് തരാന്നല്ലേ പറഞ്ഞത്? കറുപ്പും ചുവപ്പും. ആയിക്കോട്ടെ. അല്ല, ഇവിടെ ഉണ്ട് പെയിന്റ്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന പരിപാടികളും സംഭവമുള്ളൂ. അതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇത് ഊരി സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ഇത് മൊത്തം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുത്ത് നമ്മുടെ വണ്ടി കയറ്റുക. ചേട്ടന്മാരെന്തായാലും ഇത് കൊണ്ടുപോവാണ്. കാരണം ഇതിൻ്റെ കുറേ സാധനങ്ങൾ മാറ്റാറുണ്ട്. ഇതൊന്നും അങ്ങനെ കിട്ടുന്നതല്ല. ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഷൂട്ടായ സാധനങ്ങൾ നോക്കി ഇടുക. അതല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഗൈസ് ടാങ്കും ഊരിയെടുത്തു. അത് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ അകത്തെ ഗൈസ് ടാങ്ക് ഊരിയെടുത്തു. അതിൻ്റെ അകത്തെ ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ കരടൊക്കെ ഉണ്ടാവും. കാരണം മൊത്തം കാർബറേറ്റർ സാധനങ്ങളൊക്കെ നമ്മൾ മാറിയതല്ലേ. അപ്പം ഈ ഒരു സാധനം കൂടെ ലെവലാക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ പോയാ കേട്ടോ. ഇതെല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. നല്ല രീതിയിൽ റെസ്റ്റ് ഉണ്ടല്ലേ. ഇത് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നത്, അതാണ് സംഭവം. ഗൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ എണ്ണയും സംഭവങ്ങളൊക്കെ ഒഴിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടാവും. ഇപ്പോൾ ആവും. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളും നോക്കി നിൽക്കുന്നത്. അതെ ഗൈസ്, ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്യണം, എന്നിട്ട് പെയിൻ്റ് അടിക്കണം. ഇനിയിപ്പോൾ അത് ഇനി എന്നാ ചെയ്യാനുള്ളത്? ജനറേറ്റർ ഉള്ളതല്ല കാര്യം. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കറണ്ട് എത്ര പാസ്സാകുന്നുള്ള അതാണ് കണക്ക്. അല്ല എല്ലാ സാധനം കത്തിപ്പോവും. എത്ര സൗണ്ട് ഇതിന് കഴിഞ്ഞോ? ചേട്ടാ ഇത്ര സൗണ്ടേ ഉള്ളൂ? നമ്മൾ ആ അടച്ച മൂടി വെക്കുന്നതിന്റെ എയർ ഫിൽറ്റർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കൊടുക്കും. ഇപ്പൊ നമ്മൾ എയർ ഫിൽറ്റർ വെച്ചിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇത് ഓണാക്കണം. ഈ ഏരിയ നിൽക്കേണ്ട ആവശ്യം വരില്ല. അലമ്പ് ഇത് കണ്ടോ? ഈ സാധനം അലമ്പ് എന്ന് പറഞ്ഞ എന്നോ സൗണ്ടാന്നറിയോ? ഞങ്ങൾ ഇല്ലേ പടപട പൊട്ടി പോന്നെ അതേപോലെ ഉണ്ട് ഇത്. നമ്മൾ എത്ര സ്ഥലത്ത് മാറ്റിച്ച് ഈ വണ്ടിയും കൊണ്ട്. അമ്പിന്ന് ഓർമ്മയില്ല ഒരാൾ ഓടിച്ചത്. അതെ അതെ അതെ. ഇത് ഭയങ്കര സൈലന്റ്. ഇത് ഭയങ്കര സൈലന്റാ. ഇത് രാജസ്ഥാൻ സൈഡിലും കണ്ടോ? ഈ വിറവൽ എന്തിന്റെ ചേട്ടാ? ആണോ? ഓ ഗൈസ്, എന്തായാലും ഈ സാധനം റെഡിയാക്കട്ടെ. ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് വണ്ടി കയറ്റേണ്ട. അപ്പം നാളെ നമ്മുടെ വണ്ടിയുടെ അടുത്ത പരിപാടിയും കാര്യങ്ങളും തുടങ്ങും. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.